സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ഒരിടത്തും ഇന്ന് റെഡ് അലേർട്ട് ഇല്ല. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. അപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഇപ്പോൾ ആദ്യം പോകുന്നത് അരുൺ മോഹനിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ മോഹൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതിശക്തമായ മഴ പെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ മഴയേക്കാൾ കൂടുതൽ പ്രശ്നമായി നിന്നത് ശക്തമായ കാറ്റായിരുന്നു. മഴക്കെടുതി, അത്തരത്തിൽ ശക്തമായ കാറ്റ് മൂലമുണ്ടായിട്ടുള്ള കെടുതികൾ വളരെ രൂക്ഷവുമായിരുന്നു താനും. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? മഴയ്ക്കൊക്കെ ഒരു നേരിയ ശമനം വന്ന സാഹചര്യത്തിൽ ഈ ശക്തമായ കാറ്റും കുറഞ്ഞിട്ടുണ്ടല്ലേ? ആര്യ, സുപ്രഭാതം. അത് തന്നെയാണ് ആര്യ നമുക്ക് പങ്കുവെക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത്. മഴയെക്കാട്ടും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കാറ്റാണ് നാശം വിതച്ചത്. മഴ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറുന്ന സാഹചര്യവും ഒപ്പം നെയ്യാർ ഡാം പോലുള്ള ഡാമുകൾ തുറക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായെങ്കിലും കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചത് വളരെ ജനജീവിതത്തെ വളരെ ദുസ്സഹമാക്കി എന്ന് തന്നെ എടുത്തു പറയാം. കാരണം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുണ്ടായ അപകടം, നമുക്ക് അപകടത്തിൽ മത്സ്യത്തൊഴിലാളി ഇപ്പോഴും ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 3 മത്സ്യത്തൊഴിലാളികൾ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഒരാളുടെ മൃതദേഹം കിട്ടിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഈ പറയുന്ന മലയോര മേഖലകളിൽ, തീരദേശ മേഖലയിൽ പറയുമ്പോൾ. അതേസമയം മലയോര മേഖലകളിൽ ആഞ്ഞടിച്ച കാറ്റ് വളരെ നാശം തന്നെയാണ് വിതച്ചത്. മലയോര മേഖലകളിലെ അമ്പൂരി തുടങ്ങിയ ആദിവാസി ഊരുകൾ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം നെയ്യാറിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആദിവാസി ഊരുകളിലേക്ക് എത്തുന്ന പല വാർത്താവിനിമയ സംവിധാനങ്ങളായിക്കോട്ടെ, വൈദ്യുത ബന്ധങ്ങളായിക്കോട്ടെ, എല്ലാം നിശ്ചലമായ ഒരു അവസ്ഥ. ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഒപ്പം പല കർഷകരും വളരെ ദുരിതത്തിലായിരുന്നു. കാരണം ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ നേത്രവാഴകൾ, 10,000-കണക്കിന് നേത്രവാഴകൾ എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. കാരണം ആറയൂര് പോലുള്ള കൃഷിയിടങ്ങളിൽ ഉള്ള ഈ പറയുന്ന നേത്രവാഴകൾ ഒക്കെയും നിലംപൊത്തിയൊരവസ്ഥ. നിരവധി റബ്ബർ മരങ്ങൾ ഒടിഞ്ഞൊരവസ്ഥ. നമുക്ക് കണക്കെടുക്ക് നോക്കുമ്പോൾ നെയ്യാറ്റിൻകര, നെടുമങ്ങാട് KCBയുടെ സബ്സ്റ്റേഷനിൽ ഏകദേശം 100 വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തിയ അവസ്ഥയുണ്ട്. പലയിടത്തും ഇപ്പോഴും വൈദ്യുതി എത്താത്ത അവസ്ഥ, കാരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം മരങ്ങൾ മാറ്റാനുള്ള അവസ്ഥയുണ്ട്. അത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. നഗരപ്രദേശങ്ങളിലൊക്കെയും കറണ്ട് വന്നെങ്കിലും കറണ്ട് പോലും തിരിച്ച് നൽകാൻ കഴിയാത്ത ഒരവസ്ഥ പല ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു അവസ്ഥയുണ്ട്. ഇത് വളരെ ദുരിതം വിധിച്ചു. കാരണം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടൽ ഉൾപ്പെടെ അടച്ചിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാരണം അരിമാവ് ഉൾപ്പെടെയുള്ള അടച്ചാൽ മാത്രമേ ഈ പറയുന്ന ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പല കടകളും അടച്ചിട്ടിരുന്നു. ഒപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച ഒരവസ്ഥയായിരുന്നു. ഒപ്പം ഈ പറയുന്ന കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളൊക്കെയും ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങളൊക്കെയും അടച്ചിടുന്ന ഒരവസ്ഥ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലകളിൽ വളരെ ദുസ്സഹമായ ഒരവസ്ഥ കാറ്റ് കൊണ്ട് സംഭവിച്ചു എന്ന് പറയാം. തീർച്ചയായും അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം മുഴുവനായി പരിശോധിക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയേക്കാൾ കൂടുതൽ നാശം വിതച്ചത് കാറ്റ് തന്നെയാണ് എന്ന് പറയാം. നമുക്കൊപ്പം തീരദേശ മേഖലയുടെ ഒരു സാഹചര്യം പങ്കുവയ്ക്കുവാനായി അഭിലാഷ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-4 ദിവസമായി കടലാക്രമണമൊക്കെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കടൽ ശാന്തമാകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. തീരദേശ മേഖലയിൽ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല കടൽക്ഷോഭവും വളരെ രൂക്ഷമാണ്. തീരദേശ മേഖലയിൽ നിന്ന് ഈ അപകട സാധ്യതയുള്ള കുറച്ച് കുടുംബങ്ങളെ അവർ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. എന്നാൽ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തന്നെ തുറന്നിട്ടില്ല. വർക്കലയിലേക്ക് പോവുകയാണെങ്കിൽ വർക്കല ടൂറിസം മേഖലയിൽ ഈ ശക്തമായ മഴയും തിരമാലയും ടൂറിസത്തെ വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ തന്നെ ശക്തമായ കാറ്റും തിരമാലയും വർക്കല മേഖലയിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതും ടൂറിസ്റ്റുകൾ കടൽ തീരത്തേക്ക് പോകുന്നതും പോലീസ് നിരോധിച്ചിരുന്നു. ഈ വർക്കല മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്ലിഫുകളുണ്ട്. ക്ലിഫുകൾ ഇടിഞ്ഞുള്ള അപകടങ്ങൾ മഴക്കാലത്ത് പതിവാണ്. അതുകൊണ്ട് തന്നെ ക്ലിഫുകൾക്ക് സമീപത്ത് പോകുന്നതും ക്ലിഫുകൾക്ക് മുകളിൽ, അതായത് ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വാഹന പാർക്കിംഗ്, അതുപോലെ തന്നെ ഹെലിപ്പാഡിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനം, ഇതെല്ലാം കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ടൂറിസം മേഖലയാകെ നിശ്ചലമായ ആക്കിയിരിക്കുകയാണ് ഈ മഴ. അതുപോലെ തന്നെ നമ്മുടെ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മേഖലയിൽ മത്സ്യബന്ധനം ഏകദേശം ഭാഗികമായി നിലച്ച അവസ്ഥയിലാണ്. പല ചെറുവള്ളങ്ങളും കടലിൽ ഇറങ്ങുന്നില്ല. വലിയ ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. അത്തരത്തിൽ മഴ വളരെ സാരമായി തന്നെ ഈ തീരദേശ മേഖലയിലെ ടൂറിസം ആയാലും മത്സ്യബന്ധന മേഖലയായാലും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. തീർച്ചയായും എസ് അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് തീരദേശ മേഖലയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ പോകാം കൊല്ലത്തേക്ക്. എസ് വിനീഷ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് കൊല്ലത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മൾ അതൊക്കെ സംസാരിച്ചതാണ്, വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇന്നും കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. പക്ഷേ മഴയ്ക്കൊരു ശമനമുണ്ടോ? ശക്തിയായി തുടരുകയാണ്. ശക്തിയായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 6 വീടുകൾ പൂർണ്ണമായി തകർന്നപ്പോൾ 164 വീടുകളാണ് ഭാഗികമായി തകർന്നതെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നമുക്ക് ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് പുറമെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മിക്കയിടങ്ങളിലും വൈദ്യുതിബന്ധം പുനഃസ്ഥാപിച്ചു വരുന്നതേ ഉള്ളൂ ആര്യ. അതുപോലെ തന്നെ ജില്ലയിലെ ആദിച്ചനെല്ലേറുന്ന സ്ഥലത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെയുണ്ടായ ശക്തമായ മഴയിലാണ് വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ക്യാമ്പിൽ മാറ്റിയിരിക്കുന്നത്. തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. കള്ളക്കടൽ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നുണ്ട്. തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിംഗ് പൂർണ്ണമായും നിർത്തിവെച്ചൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് കിഴക്കൻ മേഖലയിലാണ് ജില്ലയുടെ. കൊട്ടാരക്കര താലൂക്കിൽ തന്നെ ഏകദേശം 34 വീടുകളാണ് ഭാഗികമായി തകർന്നത്. അങ്ങനെ ആകെ ഇതുവരെ തകർന്ന വീടുകൾ 80 ആയിട്ടുണ്ട്. പുയപ്പള്ളി, വെളിയം, ഓടനാവട്ടം, വെളിനെല്ലൂർ എന്നീ വില്ലേജുകളിൽ 15 വീടുകളാണ് തകർന്നത്. ഇവിടെ ഇന്നും തന്നെ ആളപായമില്ല. അത് വളരെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ കൊല്ലം പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിട്ടുമുണ്ട്. ജില്ലയിൽ മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറിയിപ്പ് ട്യൂഷൻ സെന്ററുകൾക്കും ബാധകമാണ്. അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ പരീക്ഷകൾക്ക് അഭിമുഖങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ആര്യ, ശരി. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ജില്ലയിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ്. ഈ കൊല്ലത്തെ മലയോര മേഖലകളിലെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവെക്കുവാനായി നമുക്കൊപ്പം മനോജ് അപ്പുക്കുട്ടൻ കൂടി ചേരുകയാണ്. മനോജ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ മലയോര മേഖലകളിലേക്ക് ഒരു സാഹചര്യം? യെസ്, മനോജ് അപ്പുക്കുട്ടനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിലെ മഴ സാഹചര്യം നമ്മൾ പരിശോധിച്ചു വരികയാണ്. ഇന്നെന്തായാലും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, കോട്ടയം, കൊല്ലം എന്നീ 3 ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠനശാലകൾക്കും കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾക്കുമെല്ലാം ഈ അവധി ബാധകമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ടോ പത്തനംതിട്ടയിൽ? ആര്യ, ഗുഡ് മോർണിംഗ്. മഴയ്ക്ക് ശമനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിതീവ്ര മഴ മലയോര മേഖലകളിൽ പെയ്യുന്നുണ്ട്. എന്തായാലും അപ്പർ കുട്ടനാട് മേഖല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയ ഒരു ദുരിത കാഴ്ചയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉള്ളത്. പല വീടുകളിലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അപ്പർ കുട്ടനാട്ടിലെ പെരിങ്ങര, പുളിക്കീഴ്, ശ്രീമൂലപുരം തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളം കയറി വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 18ഓളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വീടുകളെല്ലാം വെള്ളം കയറിയതുകൊണ്ട് തന്നെ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ മണിമലയാറ് കര കവിഞ്ഞുകൂടിയാണ് ഇവിടെ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത്.
മണിമലയാറിന്റെ പ്രദേശങ്ങൾ കൂടിയാണ് തിരുവല്ലയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആ മണിമലയാറിൽ കരകവിഞ്ഞതോടുകൂടി തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയുണ്ട്. നിലവിൽ സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ തന്നെ തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ദുരിതമായി എന്ന് വേണമെങ്കിൽ പറയാം. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ, വീട്ടു സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അവരെയെല്ലാം അത്തരം കുടുംബക്കാരെയെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകളിൽ നിന്നും അവരെ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക്, ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിക്കുന്ന സാഹചര്യം ജില്ലയുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ തോതിൽ മഴ ഇപ്പോഴും ഇന്നലെ രാത്രി പെയ്ത മഴ അതേ രീതിയിൽ സമാനമായ രീതിയിൽ തുടരുന്നുണ്ട്. അച്ചൻകോലാറിലും അതുപോലെ തന്നെ പമ്പ നദികളിലും ജലനിരപ്പിലും നേരിയ തോതിൽ വർധനമുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. വലിയ രീതിയിലുള്ള ദുരന്തങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ജില്ലയിൽ റിപ്പോർട്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. തിരുവല്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ, നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പല തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാർഷിക മേഖലയ്ക്കും വ്യാപകമായ ഒരു നഷ്ടം ഈ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയുടെ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. 1-ാം തീയതി വരെ, അതായത് ഈ ജൂൺ മാസത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു ജൂൺ മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ സ്കൂൾ തുറക്കുന്നതിന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ മഴയുടെ വലിയൊരു മുൻകാലങ്ങളിൽ ഉള്ള പോലെ തന്നെ ഒരു നേരിയ തോതിൽ മഴയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പം കാലാവസ്ഥ വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആദ്യഘട്ടം തന്നെ വലിയ തോതിലുള്ള മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ജില്ലയിൽ ഇല്ല. പക്ഷേ കരുതലോടുകൂടി ജാഗ്രതയോടെ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അറിയാം, തീർച്ചയായും അതാണ് പത്തനംതിട്ടയുടെ ഒരു സാഹചര്യം. എന്തായാലും ഒരുപാട് മഴക്കെടുതി റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ്. ഒരുപാട് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണു, വൈദ്യുത ലൈനിലേക്ക് മരങ്ങൾ ഒരുപാട് കടപുഴകി വീണ് ഉണ്ടായ നാശനഷ്ടങ്ങളുണ്ട്, വീടുകൾ തകർന്ന സാഹചര്യമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലകളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയ്ക്ക് അവിടെ ശമനമില്ല എന്നത് തന്നെയാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പുകളിലൊക്കെ ഒരു മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ മഴയ്ക്കൊരു ശമനമുണ്ടോ? മഴ ഇന്ന് കുറയുമെന്നാണ് കാലാവസ്ഥ പ്രവചനമെങ്കിലും അതിശക്തമായ മഴ തുടരുന്നു എന്നത് തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നത്. കാരണം ഇന്നലെ നമുക്കറിയാം, ഇന്നലെ പെയ്ത മഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള നാശനഷ്ടം ഇന്നലെ സംഭവിച്ചിരുന്നു. കാറ് ഒഴുകിപ്പോകുന്ന ഒക്കെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. സമാന സാഹചര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. അത്രത്തോളം ശക്തമായൊരു മഴ ഇന്ന് ഉണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊടക് മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. ഈ കൊടക് മേഖലകളിൽ, കർണാടകയുടെ കൊടക് മേഖലകളിൽ മഴ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക തേജസ്വിനി പുഴയെ തന്നെയാണ്. ഈ വെള്ളമൊക്കെ ഒഴുകിയെത്തുന്നത് തേജസ്വിനി പുഴയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ തേജസ്വിനി പുഴയിലെ കരയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇവിടെ പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതായാലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടെങ്കിലും മഴയ്ക്ക് ഒരു കുറവുമില്ല. ഇന്നലത്തെ സമാനമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഞ്ചേശ്വരം ഭാഗങ്ങളിലാണ് വലിയ തോതിലുള്ള മഴ ഇന്നലെ ഉണ്ടായതെങ്കിൽ ഇന്ന് മലയോര മേഖലകളിലാണ്, പാണത്തൂർ ഉൾപ്പെടുന്ന മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ ഇപ്പോഴും ഉള്ളത്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം ദേശീയ പാതയിൽ വലിയ തോതിലുള്ള അപകട സാധ്യതകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ചട്ടഞ്ചാൽ ചെർക്കള പാത, ദേശീയപാത പൂർണ്ണമായും യാത്രാ നിരോധനമുണ്ട്. ഇന്നലെ ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലാണ് ഈ റോഡിലൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഇന്നും ഗതാഗത നിരോധനമുണ്ട്. ഈ ചന്ദ്രഗിരി പാലം വഴി വഴിതിരിച്ചു വിടുകയാണ്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും അത്തരത്തിൽ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ കുറയുമെന്നൊരു പ്രതീക്ഷയാണ്
ഉള്ളത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് കർഷകർക്ക് തന്നെയാണ്. 1.5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി തന്നെ കണക്കാക്കുന്നു. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേന്ത്രവാഴ കൃഷിയാണ് വലിയ തോതിൽ ബാധിച്ചത്. മടിക്കൈ ഭാഗങ്ങളിലൊക്കെ നേന്ത്രവാഴ കൃഷി ഉപജീവനമായ നിരവധി പേരുണ്ട്. ഇവരുടെ എല്ലാം ഈ ജീവിതമാണ് ഈ മഴ തല്ലി തകർത്തത്. എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ മഴ കുറയുമെന്നൊരു പ്രതീക്ഷയാണ്. ഇത്തരത്തിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്കിടയാക്കുമെന്നാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആര്യ, തീർച്ചയായും കെ വി ബൈജു ആണ് കാസർഗോട്ടെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും മഴ മുന്നറിയിപ്പ് പ്രകാരം മഴയ്ക്കൊരു ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം നോക്കുമ്പോൾ മഴ ശക്തമായി തന്നെ കാസർഗോഡ് തുടരുന്നു എന്നുള്ളതാണ് കെ വി ബൈജു പങ്കുവച്ച വിവരം. വി കെ ജിഷാദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിഷാദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മലപ്പുറത്തെ മഴയുടെ സാഹചര്യം? മലപ്പുറം ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ചാലിയാർ, അതുപോലെ തന്നെ കടലുണ്ടി പുഴ, ഭാരതപ്പുഴ, തൂതപ്പുഴ തുടങ്ങിയ പ്രധാന നദികളിലെല്ലാം നല്ല രൂപത്തിൽ വെള്ളം ഉയർന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിൽ അതിശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തീരദേശ മേഖലയായ താനൂര്, അതുപോലെ തന്നെ തിരൂര്, പരപ്പനങ്ങാടി, പൊന്നാനി എന്നീ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുന്ന സ്ഥിതിയാണുള്ളത്. കൂടാതെ ഈ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നല്ല മഴയാണ്, ഇന്നും നിലയായി നല്ല മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ടൂറിസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂർ ആടിയമ്പാറ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ കരുവാരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഈ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നിലമ്പൂര്, അതുപോലെ തന്നെ നാടുകാണി ചുരം വഴി അനാവശ്യ യാത്രകൾ നടത്തരുതെന്നും കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിലെ സാഹചര്യം എടുത്താലും അവിടെയും ശക്തമായ മഴ തുടരുന്നു എന്നത് ആണ് സാഹചര്യം. വി കെ ജിഷാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി പാലക്കാട്ടേക്ക് പോകാം. വിഷ്ണു പട്ടാമ്പി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പാലക്കാട്ടെ മഴ? ആര്യ, ഗുഡ് മോർണിംഗ്. സാഹചര്യം ഇന്ന് അനുകൂലമാണ്. മഴ രാവിലെ മുതൽ വലിയൊരു മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്നലെയൊക്കെ രാവിലെ മുതൽ ശക്തമായ മഴയാണ്. ഓറഞ്ച് അലേർട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ജില്ലയിൽ. ഇന്ന് യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ രാവിലെ മുതൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് വരുന്നുണ്ട്. വലിയ ചാറ്റൽ മഴ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ളത്. എന്നാൽ കിഴക്കൻ മേഖലയിൽ നേരിയ മഴയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പശ്ചിമഘട്ട മലയോര മേഖലകളായ മണ്ണാർക്കാട്, അട്ടപ്പാടി, ധോണി ഭാഗങ്ങളിലൊക്കെ, നെല്ലിയമ്പതി ഭാഗങ്ങളിലൊക്കെ ചെറുതോതിൽ മഴ, വലിയ മഴയല്ല, ശക്തമായ മഴയല്ല, എങ്കിൽ കൂടി ചെറിയ മഴ നിലനിൽക്കുന്നതിനാണ് കിട്ടുന്ന വിവരം. ജില്ലയിലെ അണക്കെട്ടുകളെല്ലാം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം, ഒരു 90% നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മലമ്പുഴ അണക്കെട്ടൊക്കെ ഏകദേശം ഇനി ഒരു വാട്ടർ ലെവൽ, ഫുൾ ലെവൽ എത്താനുള്ളത് ഒരു 7 മീറ്റർ താഴെ വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേസമയം ഭാരതപ്പുഴ, തൂതപ്പുഴ, കുന്തിപ്പുഴ തുടങ്ങിയ നദികളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുകയാണ്, ഇരുകര മുട്ടി ഒഴുകുകയാണ്. എവിടെയും നദികൾ കര കവിയാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എവിടെയും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം വിഷ്ണു പട്ടാമ്പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് പാലക്കാട്ടെ ഒരു മഴയുടെ സാഹചര്യം. അവിടെ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് വിഷ്ണു പങ്കുവയ്ക്കുന്ന വിവരം. സാഗർ ചേരുന്നു നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന്. സാഗർ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയ സാഹചര്യമായിരുന്നു. അവിടെ ഡാമുകളിലൊക്കെ വെള്ളം ഉയരുന്നതൊക്കെ ആശങ്കയായൊക്കെ നിലനിന്നിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് മഴ? ആര്യ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇടുക്കി ജില്ലയിലൊട്ടാകെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ ഒട്ടാകെ ഉള്ളത്. ജില്ലയുടെ ലോ റേഞ്ച് മേഖല ഉൾപ്പെടെ, അതായത് തൊടുപുഴ ഉൾപ്പെടെ, അടിമാലി മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തമായി ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇടവിട്ട മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഈ കാറ്റിലും മഴയിലും കെടുതികളും ജില്ലയിൽ രൂക്ഷമായിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും 121 വീടുകളാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത്. ഏകദേശം 9 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി താലൂക്കിലാണ്. ഇവിടെ 43 വീടുകളാണ് ഭാഗികമായി തകർന്നത്.
തകർന്നത്. അതുപോലെ തന്നെ കൃഷിനാശവും ജില്ലയിൽ വ്യാപകമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയുവാൻ. മഴയിൽ തന്നെ ഈ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ ഏകദേശം 5.5 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമികമായി ലഭിക്കുന്ന കണക്കുകൾ. 350 ഹെക്ടറിലായി 3218 കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചതായാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിലൊട്ടാകെ തുറന്നിട്ടുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിൽ ഉൾപ്പെടെ ആണ് ഈ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഈ 75 കുടുംബങ്ങളിലെ 231 പേർ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ ശക്തമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും മൂന്നാർ, അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും ശക്തമായ ഒരു മഴ തന്നെയാണ് പെയ്യുന്നത്. ഈ മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ച് ജില്ലാ ഭരണകൂടം ഇന്നലെ വൈകിട്ട് ഉത്തരവ് ഇറക്കിയിരുന്നു. മലങ്കര ഡാമിന്റെ, അതായത് ഈ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. എന്നാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ ഷട്ടറുകൾ താഴ്ത്തി. എന്നാൽ വീണ്ടും ഈ അടച്ച ഷട്ടറുകൾ വീണ്ടും ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മലങ്കര അണക്കെട്ടിൽ ഉൾപ്പെടെ ഈ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ താഴ്ത്തിയ ഷട്ടറുകൾ പിന്നീട് വീണ്ടും ഉയർത്തുകയായിരുന്നു. അതുപോലെ ആ ഒരു കാരണത്താൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലയിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും പി എ സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് ഇടുക്കിയുടെ ഒരു സാഹചര്യം. അവിടെ ഇപ്പോഴും ഗ്യാപ്പ് റോഡിലൊക്കെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച സാഹചര്യമാണ്. അതീവ ജാഗ്രത നിലനിൽക്കുകയാണ്. അസാധാരണമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയ ജില്ലയാണ്. മഴക്കെടുതി അത്രത്തോളം രൂക്ഷവുമായിരുന്നു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച് നിർത്തിയിടത്തേക്കാണ് പോകുന്നത്. കൊല്ലത്തെ മലയോര മേഖലയിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നിന്ന് മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മനോജ് അപ്പുക്കുട്ടനിലേക്ക് നമുക്ക് വരും നിമിഷങ്ങളിൽ മടങ്ങിയെത്താം. അപ്പോൾ അതാണ് പൊതുവായ സംസ്ഥാനത്തെ ഒരു മഴയുടെ സാഹചര്യം. മഴയ്ക്ക് ഇന്ന് നേരിയ ശമനം ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ റിപ്പോർട്ടർമാരോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം നോക്കുമ്പോൾ പത്തനംതിട്ടയിലും കാസർഗോഡും ഇടുക്കിയിലും ഒക്കെ മലപ്പുറത്തുമൊക്കെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ദുരിതപ്പെയ്ത്തിനൊപ്പം ഇടുക്കിയിൽ വിസ്മയ കാഴ്ചകൾ കൂടി ഒരുക്കുന്നുണ്ട് മഴക്കാലം. മലനിരകളിൽ നിന്ന് നിറഞ്ഞു പതിക്കുന്ന ജലപാതകൾ വീണ്ടും സജീവമായി. ഇടുക്കിയിലെ മനോഹര വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ കുത്തുങ്കലിലെ മൺസൂൺ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മൺസൂണിലും പുനർജനിച്ച് വീണ്ടും വിസ്മൃതിയിലേക്ക് മറയുന്ന വെള്ളച്ചാട്ടമാണ് കൂത്തുങ്കൽ. കാഴ്ചയുടെ ദൃശ്യവിരുന്നിനൊപ്പം ഭീതിയുടെ കുത്തൊഴുക്കും കൂടി ഇടകലർന്നതാണ് ഈ വെള്ളച്ചാട്ടം. കുളിർമയിരുന്ന കാഴ്ചയാണ് ഇവിടെ. എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ മൂന്നാർ ഈ സൈഡിലോട്ട്, ഇടുക്കി സൈഡിലോട്ട് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ വർഷകാലത്ത് മാത്രമാണ് ഇവിടെ വെള്ളമുള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതെന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും വളരെ കണ്ണിന് കുളിർമയേറുന്ന ഒരു കാഴ്ചയായിരിക്കണം. എല്ലാവരും വർഷകാലത്ത് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് പറയാനുള്ളൂ. ഒത്തിരി ജനങ്ങൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് നീരൊഴുക്ക് പുനർജനിക്കാൻ മഴക്കാലമെത്താൻ കാത്തിരിക്കേണ്ടി വരുന്നത്. പന്നിയാർ പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് വർഷകാലത്ത് കവിഞ്ഞൊഴുകുന്നതോടെയാണ് വെള്ളച്ചാട്ടം വീണ്ടും സജീവമാകുന്നത്. ഇത്
ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് മൂവാറ്റിയെന്ന് വരുന്നതാണ്. കൂടുതലൊന്നും പറയാനില്ല, മനോഹരമായിട്ടുണ്ടല്ല. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന അത്ഭുതമാണെങ്കിലും കൂത്തുങ്കലിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളും എത്താറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മൺസൂൺ ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പുള്ള മേഖലകളാണ്. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. എങ്കിൽ പോലും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണെന്ന് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഈ അനാവശ്യമായ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഈ ഘട്ടത്തിൽ നടത്തുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം. എന്തായാലും ആ ജാഗ്രത അതുകൂടി മനസ്സിൽ വച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള യാത്രകൾ, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.